അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ പരിഗണന നൽകിയ മാസങ്ങളിൽപ്പെട്ടതാണ് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസങ്ങൾ മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് സൂറത്തു തൗബയിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ജിഹാദ് പോലും ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ് ഈ 4 മാസങ്ങൾ. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. ഒരിക്കലും അല്ലാഹുവിനോട് ധിക്കാരപൂർവം മഅസിയത്ത് ചെയ്യാൻ പാടില്ല, ഈ മാസങ്ങളിൽ പ്രത്യേകിച്ചു. ഫഇന്നഹു അഅ്ളമു വിസ്റാ. അങ്ങനെ ഈ മാസങ്ങളെ പവിത്രത മാനിക്കാതെ തിന്മകൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് വളരെ മോശമായ ജീവിത രീതിയാണ്, പ്രവർത്തനമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. സുഹൃതങ്ങളെ കൊണ്ട്, സൽക്കർമ്മങ്ങളെ കൊണ്ട്, സൽപ്രവർത്തനങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ നാം തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി ദുൽഹിജ്ജ 10-ന്റെ ആ പ്രഭാതത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുകയാണ്. എല്ലാ ദിവസത്തിലെ പ്രഭാതവുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. പ്രഭാതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വലയാലിൻ അശ്ർ, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള രാത്രികൾ, ആ രാത്രികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുകയാണ്. വശഫഇ വൽ വത്ർ, ഇരട്ടയും ഒറ്റയുമായ ദിനങ്ങൾ അതേതൊക്കെയാണ്? വശഫഅ കൊണ്ട് ദുൽഹിജ്ജ 10 ആണ് ഉദ്ദേശിക്കുന്നത്. വൽ വത്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് യൗമു അറഫയാണ്, ദുൽഹിജ്ജ 9 ആണ്. ആ ദിനരാത്രങ്ങളെ കൊണ്ട് സത്യം ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രാധാന്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി, മാ മിൻ അയ്യാമിൻ അൽ അമലുസ് സാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ 10 ദിനരാത്രങ്ങളിലെ പുണ്യകർമ്മങ്ങളെക്കാൾ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടതായി മറ്റൊരു സമയത്തുള്ള, മറ്റൊരു ദിവസത്തിലുള്ള സൽക്കർമ്മങ്ങളും ഇല്ലെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ എത്രയാണ് ആ ദിനരാത്രങ്ങളുടെ ബഹുമാനം. ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 9 പകലുകൾ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. പ്രത്യേകം സുന്നത്താണ്. അവസാനത്തെ ആ ദിവസം, 9-ാമത്തെ ദിവസം യൗമു അറഫ, ആ യൗമു അറഫയിലെ ആ ദിനത്തിലെ നോമ്പിന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം പ്രാധാന്യമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ ഒരു വർഷത്തെ യുകഫിറു സനതൽ മാദിയത വൽ ബാഖിയ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ പാപം, അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ദോഷങ്ങളും പൊറുക്കാൻ അത് കാരണമാകും. വൽ ബാഖിയ, ശേഷം വരാനുള്ള ഒരു വർഷത്തെ ദോഷവും പൊറുക്കാൻ ഈ ഒരൊറ്റ നോമ്പ് കൊണ്ട് അവന് സാധിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ മഹാന്മാർ ആ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ്, യൗമു അറഫയിൽ നോമ്പനുഷ്ഠിച്ചാൽ അവന് സന്തോഷിക്കാം. അല്ലാഹു ഒരു വർഷം കൂടെ അവന് ആയുസ് നീട്ടിക്കൊടുക്കാൻ അത് സാധ്യതയുണ്ട് എന്ന് മഹാന്മാർ അവിടെ വിശദീകരണമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ദുൽഹിജ്ജയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അല്ലാഹുവിന് കൃത്യമായ രൂപത്തിൽ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ മേൽ നിർബന്ധിത ബാധ്യതയാണ്. നിർബന്ധിത ബാധ്യതയാണ്. തഅജ്ജലു ഇലൽ ഹജ്ജി, ഹജ്ജിലേക്ക് നിങ്ങൾ പെട്ടെന്ന് വരണം. ഇതിനു വേണ്ടി നിങ്ങൾ കൃത്യമായി ഒരുങ്ങണം. യഅനിയൽ ഫരീള, ഫർളായ ഹജ്ജ്. ആ ഫർളായ ഹജ്ജ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ അതിന് സാധിക്കുന്നത് ആ സമയം തന്നെ അതിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഫഇന്നഹു ലാ യദ്രി മാ യഅരിദു ലഹു. ഭാവിയിൽ അടുത്ത വർഷത്തിൽ അവനുണ്ടാകുമെന്ന് അവൻക്കറിയോ?
ഇപ്പോഴുള്ള അവന്റെ സാഹചര്യം അടുത്ത വർഷവും അവന്റെ കൂടെ ഉണ്ടാകോ? അത് അവൻ അറിയാൻ പറ്റോ? ഇല്ല. അതുകൊണ്ട് എപ്പോഴാണോ ഹജ്ജിന് ഏറ്റവും അനുയോജ്യമായ സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, ആ സന്ദർഭം കൃത്യമായി അതിന് ഉപയോഗപ്പെടുത്തണം. ഉസ്താദുമാര് പറയാറുണ്ട്, ചിലപ്പോൾ നമ്മളെക്കാൾ മുന്നേ നമ്മുടെ ഭാര്യമാർക്ക് ഹജ്ജ് നിർബന്ധമായേക്കാം. കാരണം എന്താ? വിവാഹത്തിന്റെ സമയത്ത് അവരുടെ പിതാക്കന്മാർ അവർക്ക് സമ്മാനിക്കുന്ന അവരുടെ ധനമാണ് സ്ത്രീധനം. അത് അവരുടെ ധനമാണ്, അവരുടെ ഉടമസ്ഥതയിലുള്ളതാണ്. നമുക്ക് അവകാശം പറയാനൊന്നുമില്ല. ആ സ്ത്രീധനം ഏത് സമയത്താണോ അവർക്ക് മിൽക്കായിട്ട് ഉടമസ്ഥതയിൽ വരുന്നത്, ആ വർഷത്തെ ഹജ്ജ് ഒരുപക്ഷെ അവർക്ക് നിർബന്ധമായേക്കാം. ഉണ്ടാവൂലേ? അതിന് മാത്രമൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവൂലേ? ആ സമയത്തെ ഹജ്ജ്, ആ വർഷത്തെ ഹജ്ജ് അത് കൃത്യമായിട്ട് നിർവഹിക്കാനുള്ള മറ്റുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു. പക്ഷേ പോയിട്ടില്ലെങ്കിൽ, മരിക്കുന്നതിന് മുമ്പ് ആ ഹജ്ജ് നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഗൗരവകരമായ വിഷയം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തുള്ള ഒരു മുഅ്മിനും മുസ്ലിം അല്ലാതെ മരിക്കണമെന്ന് ഒരാളും ആഗ്രഹിക്കുകയില്ല, ഒരു മുഅ്മിൻ ആഗ്രഹിക്കുകയില്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് എത്രമാത്രം ഹൃദയബന്ധമുള്ളവരാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരിക്കലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിൽ ഒരാൾ മുർത്തദ്ദായി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മരണപ്പെടുമെന്ന് ആഗ്രഹിക്കുക ഇല്ലേ ഇല്ല. പക്ഷേ ഒരാൾ ഹജ്ജ് നിർബന്ധമായതിന് ശേഷം ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടാൽ ഫൽയമുത് യഹൂദിയൻ ഔ നസ്റാനിയ എന്ന് തങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതതിന്റെ ഗൗരവം പഠിപ്പിക്കാനാണ്, ഈമാനോടുകൂടെ മരിക്കാൻ അവന് സാധിക്കുമോ എന്ന് ചിന്തിക്കാനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വസ്തുത നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ഗൗരവമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ സാമ്പത്തിക ഭദ്രതയുള്ള നിമിഷം കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ വർഷത്തെ ഹജ്ജ് നമുക്ക് ബാധ്യതയായി നമ്മുടെ പിരടിയിലുണ്ട് എന്ന ഓർമ്മ വേണം. അല്ലാഹു സമീപ ഭാവിയിൽ തന്നെ ഏറ്റവും അനുയോജ്യമായ സ്വീകാര്യമായ ഹജ്ജുകൾ, ഉംറകൾ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഹജ്ജ് എന്ന് പറയുന്നത് അത് സമ്പൂർണമായ ഹജ്ജാണെങ്കിൽ, മബ്റൂറായ ഹജ്ജാണെങ്കിൽ, ഫലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് എന്ന് പറഞ്ഞ ഹജ്ജാണെങ്കിൽ, ആരെയും ബോധിപ്പിക്കാൻ ഉദ്ദേശിക്കാൻ രൂപത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്ന ഹജ്ജാണെങ്കിൽ, ഭൂമിയിലേക്ക് നമ്മൾ വരുന്നത് എങ്ങനെയാണ്? ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ആ ദിവസത്തിൽ തന്നെ നാം ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറഞ്ഞിരുന്നുവെങ്കിൽ, ഈ ഭൂമിയിൽ നിന്ന് നാം എപ്പോഴാണോ ഏത് സമയത്താണോ ജനിച്ചത് അപ്പോൾ തന്നെ നമ്മൾ മരിച്ചാൽ നേരിട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പോകായിരുന്നു അല്ലേ? ചെറിയ കുട്ടികൾ മരിച്ചാൽ നേരെ സ്വർഗത്തിലേക്കല്ലേ? അവർക്ക് എന്തെങ്കിലും ഒരു പാപത്തിന്റെ കറ അവരുടെ ജീവിതത്തിൽ പുരളാനുള്ളൊരു സമയം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ജനിച്ച അപ്പൊ തന്നെ മരിക്കായിരുന്നെങ്കിൽ നേരെ സ്വർഗത്തേക്ക് പോവായിരുന്നു. നമുക്കതിന് സാധിച്ചോ? ഇല്ല. ഇനി നമ്മുടെ പാപങ്ങൾ ഉണ്ടാകുന്ന ഉറപ്പല്ലേ? അത് കഴുകിക്കളയാനുള്ള മാർഗമാണ് ഒരു പരിപൂർണമായ ഹജ്ജ് ഒരാൾ നിർവഹിച്ചാൽ എല്ലാ പാപങ്ങളിൽ നിന്നും അവൻ പരിപൂർണമായി സംശുദ്ധമായ ജീവിതത്തിലായി. കയൗമ വലദത്ഹു ഉമ്മുഹു, അവന്റെ ഉമ്മ എങ്ങനെയാണോ പ്രസവിക്കുന്ന സമയത്ത് അവനുണ്ടായത് ആ രൂപത്തിലായി തീരും. അങ്ങനെ തന്നെ ആ ഹജ്ജിന് ശേഷം ഹജ്ജിന്റെ അമലുകളെ, ഹജ്ജിന്റെ പുണ്യങ്ങളെ തകർക്കാത്ത രീതിയിൽ മരണപ്പെട്ടു പോയാൽ നമുക്ക് സ്വർഗസ്ഥരാകാനുള്ള ഒരു കാര്യമാണ്. ഹജ്ജിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആഗ്രഹം വേണം മുഅ്മിനീങ്ങളെ, ആഗ്രഹം വേണം. നിങ്ങൾക്കറിയാമോ, ആഫ്രിക്കക്കാരനായ ഒരു വ്യക്തി അദ്ദേഹത്തെ ഹജ്ജിന് വേണ്ടി എല്ലാവരും കൂടെ അദ്ദേഹത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി
അദ്ദേഹത്തെ ഹജ്ജിന് പറഞ്ഞയക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അതിൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററി എന്താണ്? അദ്ദേഹം പുറത്തിറങ്ങുന്ന സമയത്ത് ഡ്രോൺ ഉണ്ടല്ലോ, നമ്മുടെ ഡ്രോണ്, ആ ഡ്രോണ് കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോയി. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഡ്രോണ് വന്നപ്പോ അദ്ദേഹത്തിന്റെ മനസ്സങ്ങകലെ മക്കയും മദീനയും കാണുകയാണ്. ആ ഡ്രോണ് കയ്യിൽ പിടിച്ച് അദ്ദേഹം ചോദിക്കുകയാണ്, ഇതിന് എന്നെ പറത്തി കൊണ്ടുപോകാൻ കഴിയോ? ഈ ഡ്രോണ് കൊണ്ട് ഞാൻ പറന്ന് മക്കയിലെത്താൻ കഴിയോ? എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഈ ഡ്രോൺ എന്നെ കൊണ്ടെത്തിക്കുമോ എന്ന ചോദ്യം, ആ ചോദ്യം അവിടെയുണ്ടായിരുന്ന സയന്റിസ്റ്റുകളും മറ്റങ്ങനെ അഭ്യസ്തവിദ്യരുമായ ആളുകൾ ലോകത്തോട് പങ്കുവെക്കുകയാണ്. ആളുകൾ പങ്കുവെക്കുമ്പോൾ അദ്ദേഹത്തിനന്ന് പാസ്പോർട്ട് പോലും ഇല്ല, ഒന്നുമില്ല, കയ്യിലൊന്നുമില്ലാത്ത വ്യക്തിയുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്, അല്ലാഹുവേ നീ എന്നെ അങ്ങോട്ട് എത്തിക്കുമോ എന്നൊരു ചിന്തയുണ്ട്. അദ്ദേഹത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും മറ്റുള്ളവർ നടത്തി കൊടുക്കുകയാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അദ്ദേഹം ഹജ്ജ് ചെയ്ത് തിരിച്ചു പോകുന്ന രംഗമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ആഗ്രഹം വേണം മുഅ്മിനീങ്ങളെ, ആഗ്രഹിക്കണം. ഓരോ സമയത്തും നമ്മൾ ദുആ ചെയ്യണം, ഹജ്ജിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, അതിനു വേണ്ടി കൊതിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പ്രത്യേകമായ ഈ ദുൽഹിജ്ജ മാസത്തിൽ നാം അനുസ്മരിക്കേണ്ടത് മഹാനരായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, മഹാനരായ സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ഹാജറ ബീവി ഉമ്മ റളിയല്ലാഹു അൻഹ അനുസ്മരിക്കാതെ നമുക്ക് കടന്നു പോകാൻ കഴിയുമോ? കൂടുതലായി ഒന്നും പറയുന്നില്ല. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ അനുസ്മരിക്കുക എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന്റെ അടയാളമാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വലിയ മഹത്വം മഹാന്മാരെ സ്നേഹിക്കുന്നതിലൂടെ, ബഹുമാനിക്കുന്നതിലൂടെ, അനുസ്മരിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ ഹജ്ജിന്റെ മാസം എന്ന് പറയുന്നത് ഫതജ്തമിഉ ഫീഹി ഉമ്മഹാതുൽ ഇബാദ, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നോമ്പിന്റെ മാസമാണ്, ഹജ്ജിന്റെ മാസമാണ്, നിസ്കാരം നടക്കും. ഹജ്ജ് വേറൊരു സമയത്ത് നടക്കൂലല്ലോ. വേറെ സമയത്ത് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? മുമ്പ് ഒരു ഫാമിലിയിൽ നടന്ന ചർച്ച കേട്ടിട്ടുണ്ട്. എല്ലാവരും ചർച്ച ചെയ്യാണ്, അടുത്ത വർഷം നമുക്ക് ഹജ്ജിന് പോകണം. അപ്പോൾ ചെറിയ മോള് പറഞ്ഞ് സ്കൂൾ കൂട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. അത് പറ്റൂലല്ലോ, ഈ മാസം തന്നെയല്ലേ പറ്റുള്ളൂ. അപ്പൊ ഹജ്ജ് ഉണ്ട്, നിസ്കരിക്കാൻ പറ്റും, നോമ്പെടുക്കാൻ പറ്റും. സ്വതക്കകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉദ്ഹിയ്യത്ത്. അത് നടക്കുന്നുണ്ട്. തക്ബീറുണ്ട്, തഹ്ലീലുണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് സൽക്കർമ്മങ്ങളുടെ സംഗമ സമയമാണ് ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത്. മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അനുസ്മരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടുത്തെ ആത്മസമർപ്പണം. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. എന്താണോ അല്ലാഹു തആല പറഞ്ഞത് അതിന് യാതൊരു മാറ്റവും ഇല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. അവിടുത്തെ ജീവിതത്തിന്റെ അവസാന സന്ദർഭങ്ങളിലാണ് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമുണ്ടായത്. ഒരു കുട്ടിയില്ലാത്ത ആളുടെ വിഷമം എത്രയാണ്? ഒരു കുട്ടിയില്ലാത്ത ആളുടെ, ഒരു സന്താനമില്ലാത്ത ആളുടെ വിഷമം എത്രയാണ്? അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ സദസ്സിൽ അങ്ങനത്തെ ആളുകളുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ. മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബർക്കത്ത് കൊണ്ട് നീ സമ്മാനം നായി നൽകണേ റഹ്മാനെ, നീ അവർക്ക് പ്രധാനം നൽകണേ റഹ്മാനെ. ആ മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കണമെന്നാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെയാണത്? ഒരു ഉപ്പ അല്ലെങ്കിൽ ഒരു ഉമ്മ, ആ ഉമ്മ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ മക്കളെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ പറഞ്ഞ് ഇഞ്ചക്ഷൻ അടിക്കണം. ഉമ്മാക്ക് കണ്ടെക്കാൻ കഴിയില്ല, സ്നേഹമുള്ള പാപ്പാക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. സിസ്റ്റർമാർ വാങ്ങിച്ചുകൊണ്ട് അവരാണ് അടിക്കുക, ഉമ്മനെ അങ്ങോട്ട് കയറ്റൂല. കാരണം ഉമ്മാക്ക് അത് കാണാൻ കഴിയില്ല. ഒരു ഉപ്പക്ക് സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കുക എന്നുള്ളത് അത് സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കപ്പുറം പിന്നെ യാതൊരു തീരുമാനവുമില്ല. അത് പറഞ്ഞപ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സമീപനം എന്താണ്? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ നിലപാട് എന്താണ്? മഹാനരായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം
قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് കുലുങ്ങുന്നില്ല. ഉപ്പ വിളിക്കുന്നത് എന്റെ കഴുത്ത് കളച്ഛേദം നടത്തിയിട്ട് ഈ ഭൂമി ലോകത്ത് നിന്ന് എന്നേക്കും ഞാൻ അസ്തമിച്ചു പോകും, ആ സംഗതിക്കാണ് എന്റെ ഉപ്പ വിളിക്കുന്നത്. പക്ഷെ അള്ളാഹു കൽപ്പിച്ചതാണ്, യാ അബത്തി ഫഅൽ മാ തുഅ്മർ, നിങ്ങളോട് എന്താണോ റബ്ബ് കൽപ്പിച്ചത് അത് ചെയ്തോളൂ. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കിടത്തി ആ കത്തിക്ക് മൂർച്ച കൂട്ടി മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സൊന്ന് പതറുകയാണ്, ഒന്ന് വിതുമ്പുകയാണ്. മകനോട് പറഞ്ഞു, മോനെ, നിന്റെ മുഖത്ത് നോക്കി ഇറക്കാൻ എനിക്ക് കഴിയുകയില്ല, ഒന്ന് ചെരിഞ്ഞു കിടക്കോ. ഈ ഭാഗത്തേക്ക് കത്തി വെച്ച് നോക്കുമ്പോ അയ്യാ ഇബ്രാഹിം, ഇബ്രാഹിം, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ലോകത്ത് ഇന്നേ വരെ തുല്യതയില്ലാത്ത, മാതൃകയില്ലാത്ത നരബലി എന്ന സംവിധാനത്തിൽ നിങ്ങൾ തിരികൊളുത്താൻ പാടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, മകനെ ബലി കഴിപ്പിക്കാനല്ല എന്റെ ഉദ്ദേശം. എനിക്കറിയേണ്ടത് ആ മകനെ തന്ന എന്നോടാണോ, മകനോടാണോ നിങ്ങൾക്ക് താല്പര്യം? അതാണ് എനിക്കറിയേണ്ടത്. ആ മകനോടുള്ള ഹവൻ നഫ്സ്, അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, സ്വന്തം ഹവൻ നഫ്സിനെ ഇലാഹായി പൂജിക്കുന്നവരുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ മകനോടാണോ താല്പര്യം? അല്ല, ഈ വാർദ്ധക്യത്തിൽ എന്റെ ഖുദ്റത്ത് വെളിപ്പെടുത്തിയിട്ട് ഞാൻ സംവിധാനിച്ച് തന്നിട്ടുള്ള ഈ മകനെ അറുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ നിലപാട്? അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് വളരെ ശക്തമായ വ്യക്തമായ പരീക്ഷണമാണ്. എത്ര വലിയ പരീക്ഷണമാണ് മുഅ്മിനീങ്ങളെ! ആ പരീക്ഷണത്തിൽ മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് വിജയിക്കുകയാണ്. അവിടുത്തെ മനസ്സിൽ അല്ലാഹുവിനാണ് സ്ഥാനം. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ പ്രീതിക്ക് മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പാത്രീഭവിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണ്? അല്ലാഹുവും റസൂലും വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അതിനേക്കാൾ പിന്നെ ഒരു എക്സ്ട്രാ ഒപ്പീനിയൻ നമ്മുടെ ഭാഗത്ത് നിന്നില്ല. അല്ലാഹു റസൂൽ എന്ത് പറഞ്ഞോ അത് ചെയ്യുക എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹദിയായ ബീവി ഹാജറ റളിയല്ലാഹു അൻഹയുടെ സമർപ്പണ ബോധം നമുക്ക്, നമ്മുടെ ഉമ്മമാർക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം അല്ലാഹുവിൽ തവക്കുലാക്കുന്നതിന്റെ മാതൃകയായി നമ്മുടെ മുമ്പിൽ വളരെ സന്തോഷത്തോടു കൂടി തിരിഞ്ഞു നിൽക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടെ നമുക്ക് വായിക്കാൻ കഴിയുകയാണ്. മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യയാകുന്ന ഹാജർ ബീവിയെയും മകനാകുന്ന ഇസ്മായിൽ എന്ന ചോര പൈതലിനെയും മക്കയുടെ മരുഭൂമിയിൽ, മക്കയുടെ മലരാനത്തിൽ ആരാരുമില്ലാത്ത സ്ഥലത്ത് തനിച്ചാക്കി പോകുന്ന സമയത്ത് മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന ബോധത്തോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാതെ പറഞ്ഞ വഴിയിലേക്ക് പോകുന്ന സമയത്ത് ഹാജർ ബീവി ഉമ്മ വിളിക്കുകയാണ്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഭക്ഷണ പദാർത്ഥങ്ങളായിട്ട് അധികമൊന്നും ഞങ്ങളെ കയ്യിലില്ല, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അള്ളാഹു തീരുമാനിച്ചിട്ട് തന്നെയാണോ നിങ്ങൾ? അള്ളാഹു നിങ്ങളോട് ഇത് പറഞ്ഞിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണോ ഇത് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു എന്നാൽ ഞങ്ങളെ ഒരിക്കലും പരാജിതരിൽ പെടുത്തുകയില്ല എന്ന് പറഞ്ഞ് മനോധൈര്യത്തോടുകൂടെ മക്കയുടെ മനലാരണ്യത്തിൽ അവിടെ പിടിച്ചു നിന്ന ഹാജർ ബീവി ഉമ്മ റളിയല്ലാഹു അൻഹ ലോകത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായി മാറി. അല്ല, അവിടുന്ന് പദമൂന്നിയ പാതയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത്, സഈ ചെയ്യുക എന്നുള്ളത് മുഅ്മിനീങ്ങളാകുന്ന ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങൾക്ക് അവരുടെ ഇബാദത്തിന്റെ ഭാഗമായി മാറി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ദൃഷ്ടാന്തമായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എങ്കിൽ അവരുടെയൊക്കെ മാതൃകയിൽ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ഉണ്ടാകണം. അതിനുവേണ്ടി അധ്വാനിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.